കഴിഞ്ഞ ഓരോ ആഴ്ചയും കഴിഞ്ഞ രണ്ടാഴ്ച ഇന്ന് രാവിലത്തെ പരിപാടി ഇതിലൊക്കെയും നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഒരു തരത്തിലുള്ള ഈ ഒരു നിബന്ധനകളും അംഗീകരിക്കാൻ ടി.വി.കെ പ്രവർത്തകർ തയ്യാറല്ല. അതിനെ കൃത്യമായി അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു പാർട്ടി പരിപാടി നടക്കുമ്പോൾ അതിനെ ഒരു അച്ചടക്കത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ അനർത്ഥങ്ങളോ അപകടങ്ങളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു മെക്കാനിസം ടി.വി.കെക്ക് ഇല്ല എന്നുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ചയിലെ പരിപാടിയിലും കണ്ടു, ഇന്ന് രാവിലത്തെ പരിപാടിയിലും കണ്ടു. പ്രത്യേകിച്ച് ഇലക്ട്രിക് പോസ്റ്റിന് മുകളിൽ ഏറ്റവും മുകളിലൊക്കെ കയറി ടവറുകൾക്ക് മുകളിലൊക്കെ കയറിയിരുന്നാണ് ആളുകൾ ഈ പരിപാടി കാണാൻ അല്ലെങ്കിൽ വിജയെ കാണാൻ അദ്ദേഹം പറയുന്നത് കേൾക്കാനൊക്കെ നിൽക്കുന്നത്. ആദ്യ പരിപാടിയിൽ വിജയ് സംസാരിച്ചിരുന്ന ആ മൈക്കിന്റെ വയറ് പൊട്ടിയത് ഒരു പ്രവർത്തകൻ അതിലെ ചാടിക്കടന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് അതിന്റെ വയറ് പൊട്ടുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പരിപാടിയിൽ രാത്രി കറണ്ട് ആ പ്രദേശത്ത് നഷ്ടപ്പെട്ടതും ഇതേ ടി.വി.കെ പ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് കോയമ്പത്തൂർ എയർപോർട്ടിൽ ടി.വി.കെ പ്രവർത്തകർ ഉണ്ടാക്കിയ നാശനഷ്ടം ഭീമമായിരുന്നു. അവിടെ രോഗികൾക്ക് പോലും അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകാൻ അല്ലെങ്കിൽ ഉറ്റവരെ കാണാൻ വേണ്ടി വിദേശത്തേക്ക് പോകാനിരുന്ന പലർക്കും, പരീക്ഷയ്ക്ക് പോകാനിരുന്ന പലർക്കും ഒക്കെ അകത്തേക്ക് കയറാൻ പറ്റാത്ത തരത്തിലേക്ക് വിജയ് പ്രവർത്തകർ അവിടെ ആകെ മൂടുകയും ഒരു തരത്തിലും അവിടെ പോലീസിൻ്റെയോ അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയുടെയോ ഒന്നും നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാകാതെ വരുന്നു. അപ്പോൾ സംഘാടനത്തിലെ പിഴവ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം. അവിടെ കൺട്രോൾ ചെയ്യാൻ കൃത്യമായ മെക്കാനിസം ഇല്ല. വിജയ് വരുന്ന വഴികളിലുടനീളം ഇവർ വരുന്നുണ്ട്. പോലീസ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 30 മാർഗനിർദ്ദേശങ്ങൾ നൽകി. അതിൽ ടി.വി.കെ പ്രവർത്തകർക്ക് വലിയ അസ്വാരസ്യമുണ്ട്. വിജയ് തന്നെ സർക്കാരിനെതിരെ ഈ നിബന്ധനകൾ ഏർപ്പെടുത്തിയതിനെതിരെയൊക്കെ രംഗത്ത് വരുന്നു. തന്നെ കൺട്രോൾ ചെയ്യുന്നു. താനാകെ 10 മിനിറ്റാണ് സംസാരിക്കുന്നത്. പിന്നെ സർക്കാരിന് എന്താണ് പ്രശ്നം? അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ വിജയ് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ റാലിയിലേക്ക് വരുന്നത്. ആ പരിപാടിയിൽ കൃത്യമായി അതിൻ്റെ ഒരു ഓർഡർ ഉണ്ടാക്കാൻ, അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, ആളുകളെ ഏർപ്പെടുത്താൻ, അവിടെ ഒരു അനർത്ഥം ഉണ്ടാകാതിരിക്കാൻ, അപകടം ഉണ്ടാകാതിരിക്കാൻ ഇടപെടേണ്ടത് ടി.വി.കെ തന്നെയാണ്. പക്ഷേ അവരുടെ പരിചയക്കുറവ്, നേതാക്കളില്ലായ്മ, അടിത്തട്ടിൽ നേതാക്കളില്ലായ്മ, ഒരു ആരാധക കൂട്ടം എന്നതിനപ്പുറത്തേക്ക് അവർ എത്ര കണ്ട് വളർന്നു എന്നുള്ളതൊക്കെയും ഈ ഘട്ടത്തിൽ വലിയ പ്രശ്നമാണ്. അതൊക്കെയും സാരമായി തന്നെ ഇന്നത്തെ അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നുകൂടി പറയേണ്ടി വരും.